എബ്രോഡ് നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ബ്രോക്കേഴ്സിൽ നിങ്ങൾക്ക് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വരുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ ഇഷ്യൂ എന്താണ് എന്നുള്ള ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ സെബീൻ്റെ അതേപോലെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് പുറത്ത് നിന്നുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ NFO സെഗ്മെൻറ്റ് എനേബിൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂൾ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട്, അത് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അതേസമയം FNO എന്നൊരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യാൻ സാധിക്കത്തില്ല. അതാണ് റൂൾ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നത്. അപ്പം ഈ ഒരു സിനാരിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ NRI സ്റ്റേറ്റസ് കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം പുറത്ത് നിന്നുകൊണ്ട് ഒരാൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും. അതായത് അവർ ഇന്ത്യൻ ആണ് എന്നുള്ള രീതിയിൽ, ഇന്ത്യൻ റെസിഡൻ്റ് ആണെന്നുള്ള രീതിയിലായിരിക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർ ഡേറ്റാസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളിപ്പോൾ ട്രേഡിങ്ങിലാണെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തുമ്പോൾ അവിടെ നിങ്ങളുടെ IPV എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പണ്ട് എല്ലാവരും എന്ത് ചെയ്യുമായിരുന്നു, ഇതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമായിരുന്നു, FNO ട്രേഡ്സും കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഇപ്പം ഗവൺമെൻറ്റിന് സ്ട്രിക്റ്റ് റൂൾ വന്നതിൻ്റെ ബേസാണ് IPV എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ആ ഒരു IPVയിൽ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ക്ലിക്ക് ആവുന്ന സെയിം ടൈം തന്നെ നിങ്ങളുടെ GPS ലൊക്കേഷൻ ഉൾപ്പെടെയാണ് അതിൻ്റെ കൂടെ സ്നാപ്പ് ആവുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു GPS ലൊക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് പുറത്താണെന്ന് മനസ്സിലാവുകയും നിങ്ങൾക്ക് അക്കൗണ്ട് അവിടെ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ അവിടെ റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ GPS ലൊക്കേഷൻ നിങ്ങൾക്ക് മോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് ആൻഡ്രോയിഡ് മൊബൈലിലാണ് ഇത് പറ്റുന്നത്. iOSൻ്റെ എക്സാക്ട് ട്യൂട്ടോറിയൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ആൻഡ്രോയിഡ് സാംസങ്ങിൻ്റെ ഫോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫോണിലും ഓരോ രീതിയായിരിക്കും. അതായത് ഇനിഷ്യലി ഇത്രയേ ഉള്ളൂ. ഇതാണ്ട് ഈ കാണുന്ന ഫേക്ക് GPS എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് നിങ്ങൾ ഇനിഷ്യലി ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പണിങ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഈ പറഞ്ഞ കുറേ സെറ്റിങ്സ് ചെയ്ത ശേഷം നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതേപോലെ തന്നെ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ NRI സ്റ്റേറ്റസ് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ ഇന്ത്യൻ റെസിഡൻ്റ് ആണെന്നുള്ള രീതിയിൽ തന്നെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് വേണം കൊടുക്കാൻ. ആ ഒരു അക്കൗണ്ട് വഴി മാത്രമേ നിങ്ങൾക്ക് ഫണ്ട്സും കാര്യങ്ങളും ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതായത് ഫണ്ട്സ് നിങ്ങളുടെ വേറെ അക്കൗണ്ടിൽ നിന്നൊന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ നിങ്ങളുടെ പേരിലുള്ള ആ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പിന്നീട് പറ്റത്തുള്ളൂ. ഓക്കെ, അത് നോക്കിയിട്ട് വേണം ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ വേണ്ടി. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫേക്ക് GPS എടുക്കുക. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇത് ഓൺലി ദിസ് ടൈമാണ് ഞാൻ കൊടുക്കുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് നോക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എനിക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ താണ്ട് ഇവിടെ കാണിക്കുന്നത് പോലെ എന്തുണ്ടാവണം, ഡെവലപ്പേഴ്സ് മോഡ് ഓൺ ആയിരിക്കണം. അപ്പോൾ ഡെവലപ്പേഴ്സ് മോഡ് ഇനി നമുക്ക് എങ്ങനെ ഓൺ ചെയ്യാം, അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് സെറ്റിങ്സിലോട്ടും കാര്യങ്ങളിലോട്ടും പോവുക. അപ്പോൾ അതിന് ഓരോ ഫോണിനും ഓരോ രീതിയായിരിക്കും ഡെവലപ്പേഴ്സ് മോഡ്. അപ്പം എൻ്റെ സാംസങ് ഫോണിൻ്റെ അകത്ത് എൻ്റെ വരുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് താണ്ട എബോട്ടിൽ പോയി കഴിഞ്ഞാൽ ഓരോ ഫോൺ ഓരോ രീതിയായിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് വരിക, ഈ സോഫ്റ്റ്വെയർ ഓപ്ഷൻസിനകത്ത് വന്നിട്ട് ഈ ബിൽഡ് നമ്പറിൽ ഞാനൊരു കുറേ തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡെവലപ്പേഴ്സ് മോഡ് അവിടെ ഓൺ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പം എൻ്റെ പാസ്വേഡും കാര്യങ്ങളും എൻ്റർ ചെയ്താൽ ഡെവലപ്പേഴ്സ് മോഡ് ഓണായി. ഇനി ഞാൻ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെവലപ്പേഴ്സ് മോഡ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിന് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സ് ഓപ്ഷൻ എന്നുള്ള ഈ ഒരു മോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആൻഡ് ദെൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കിയിട്ടുണ്ടാവണം. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് വരിക. സോഫ്റ്റ്വെയറിലോട്ട് വന്ന ശേഷം എന്ത് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മോക്ക് ലൊക്കേഷൻസ് ആർ നോട്ട് എനേബിൾഡ്. അപ്പം ലൊക്കേഷൻ മോക്ക് ചെയ്യുന്നൊരു ഓപ്ഷനും കൂടെ നമ്മൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പേഴ്സ് മോഡിലോട്ട് വന്ന ശേഷം ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയുണ്ട്. മോക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. അത് കുറച്ച് നല്ല രീതിയിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്കിവിടെ വേണ്ട ലൊക്കേഷൻസ് എന്നൊരു കാറ്റഗറിയിൽ സെലക്ട് മോക്ക് ലൊക്കേഷൻ ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്ന ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൻ്റെ കാര്യം പെർമിഷൻ നിങ്ങൾ എനേബിൾ ചെയ്യേണ്ടതാണ്. ആൻഡ് ദെൻ ഇവിടെ വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ലൊക്കേഷൻ്റെ പ്രൊസീജിയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ ഇനി എന്ത് വേണം, നിങ്ങൾ സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണ് നിങ്ങളുടെ ലൊക്കേഷൻ വേണ്ടത് എന്നുള്ളത്. അപ്പം നമുക്ക് ഇന്ത്യയാണ് വേണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇന്ത്യയിലോട്ട് വരിക. ഇന്ത്യയിലോട്ട് വന്ന ശേഷം നമുക്ക് വേണ്ടുന്ന ലൊക്കേഷൻ എങ്ങോട്ടാണോ, കാക്കനാട് കൊടുക്കുക. ഓക്കെ, സോ കാക്കനാട് നമ്മുടെ കാര്യങ്ങൾ ലൊക്കേഷൻ എങ്ങോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലൊക്കേഷൻ കൊടുക്കുക. ഓക്കെ,
അപ്പം ഈ ഒരു ലൊക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പം നിങ്ങൾ ഇനി ഫോണിനകത്ത് നിന്ന് എന്ത് ആക്ടിവിറ്റി ചെയ്താലും നിങ്ങളുടെ GPS ലൊക്കേഷൻ ആണ്ട ഈ ഒരു ലൊക്കേഷൻ ആയിരിക്കും കാണിക്കുന്നത്. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുക, നോർമൽ ആസ് യൂഷ്വൽ ഉള്ളതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. വിത്തിൻ 2 or 3 hours നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. വർക്കിംഗ് ഡേയ്സിൽ അത് മൺഡേ മോർണിംഗ് 9 മണിക്ക് മുമ്പ് തന്നെ അക്കൗണ്ട് ആക്റ്റീവ് ആവും. വർക്കിംഗ് ഡേയ്സ് വീക്കെൻഡ്സ് ഹോളിഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ മൺഡേ മോർണിംഗ് അല്ലെങ്കിൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേ എന്താണോ അത് മോർണിംഗ് 9 മണിക്ക് മുമ്പ് അക്കൗണ്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം അക്കൗണ്ട് സെയിം ഡേ ഇറ്റ് സെൽഫ് നിങ്ങൾ മാക്സിമം ഒരു 2 to 3 hours അക്കൗണ്ട് കംപ്ലീറ്റ് ഓപ്പൺ ആകും. കാര്യം എക്സ്ചേഞ്ച് ചെയ്യുന്ന യൂസർ ഐഡിയും കാര്യങ്ങളും എക്സ്ചേഞ്ച് ആക്ടിവേറ്റ് ചെയ്യുന്നത് വിത്തിൻ 3 hours അതായത് 3 hours വെച്ചുകൊണ്ടാണ് അക്കൗണ്ട്സ് ആക്റ്റീവ് ആക്കി അവർ വിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ മാത്രമേ വരത്തുള്ളൂ, ബാക്കി ഡിലേയും കാര്യങ്ങളൊന്നുമില്ല. സോ പ്രൊസീജിയേഴ്സും ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 to 3 hours നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എൻക്വയറീസോ കാര്യങ്ങളുള്ളവർ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അക്കൗണ്ട് ഓപ്പണിംഗ് ഹെൽപ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ബ്രോക്കറായിട്ട് കോൺടാക്ട് ചെയ്ത ശേഷം അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.